നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വെറുതെ ഒരാള് രാവിലെ വന്നിട്ട് നോക്കിയിരിക്കുക, പല്ലും തേച്ചിട്ടില്ല, പൗഡർ ഇട്ടിട്ട് വരാന്നാട്ടോ പറഞ്ഞത് അവള്. ഇപ്പൊ സമയം 12 മണി. അപ്പൊ ഞാൻ നോക്കുമ്പോഴേ നമ്മുടെ കിച്ചണിൽ ഒരു സാധനം ഇല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്കിനി ഉച്ച കഴിഞ്ഞാണ് ഇന്ന് ഷിഫ്റ്റ് ഉള്ളത്. അപ്പൊ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവാന്ന് ചോദിച്ചു. കൂടുതലും ചിക്കൻ ആണല്ലോ, അതെല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു ചില്ലി ചിക്കൻ അങ്ങ് വെച്ചാലോ എന്ന്. ചോറ് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ചിക്കൻ കറി ചില്ലി ചിക്കൻ വെക്കാമെന്ന്. അപ്പൊ ഇന്ന് ചില്ലി ചിക്കൻ വെക്കാൻ വേണ്ടി പോവാം. അപ്പൊ നിങ്ങളും വായോ. അപ്പൊ ഞാൻ 2 ദിവസം മുന്നേ ഞാൻ ചിക്കൻ കറി വെച്ചായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഫുൾ ചിക്കൻ ആണ് വാങ്ങുക. അപ്പൊ ഫുൾ ചിക്കന്റെ ബാക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ചില്ലി ചിക്കൻ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കോൺഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ചില്ലി പൗഡർ, കുരുമുളക് പൊടി. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ എല്ലാവരും ഇടുന്ന സാധനങ്ങൾ തന്നെ. ജിയോ ചേട്ടൻ പറയണ എന്താണ് അത് മാത്രം ഞങ്ങൾ ഇതിൽ ഇടലുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതിന്റെ ബാലൻസ് ഓയിൽ വരും. ഇതിപ്പോ പപ്പടം ഉണ്ടാക്കിയതെന്നല്ലേ, അപ്പൊ അതിന്റെ ബാലൻസ് ഒന്നൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഓൾറെഡി ഇതിലേക്ക് എടുക്കാന്ന് വിചാരിച്ചു, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മിനിയാന്ന് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തതിന്റെ ഓയിൽ കുറച്ചുണ്ട്. അതിപ്പോ എടുക്കണോ വേണ്ടിയൊന്ന് ഡൗട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കണ്ടാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ, നമ്മുടെ കയ്യിലുള്ള ഓയിൽ കുറച്ച് ഓയിൽ മതി. ഇത് ഷാലോ ഫ്രൈ മാത്രമാണ്. കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായി വരുമ്പോൾ ഇടാം. അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇടാൻ പോവാം. ഭയങ്കര കുഞ്ഞു പീസൊന്നും അല്ല, നമ്മൾ അത്യാവശ്യം വലിയ പീസിലാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞു പീസിന്റെ എടുക്കുക. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിടും. നമ്മൾ ഓവറായിട്ട് കുക്കാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്ന രീതി, അത്രേ ഉള്ളൂ. ഇത് വേണം വരാൻ ചോദിക്കും. അപ്പൊ നമ്മുടെ ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുമായിരുന്നു. എന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു ഈ സൈഡും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂവിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നെടുത്തിട്ട് മാറ്റിയിടാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇട്ടിട്ട് കാണാം. നമ്മളപ്പോ മറ്റേ എന്താണ്, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഉള്ളി ഉണ്ട്. ഇതൊക്കെ കുനുകുനാന്നരിയണം. പക്ഷെ മറ്റേത് കുനുകുനാന്നരിയണം, ഇത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വെറുതെ ഒരാള് രാവിലെ വന്നിട്ട് നോക്കിയിരിക്കുക, പല്ലും തേച്ചിട്ടില്ല, പൗഡർ ഇട്ടിട്ട് വരാന്നാട്ടോ പറഞ്ഞത് അവള്. ഇപ്പൊ സമയം 12 മണി. അവളിപ്പോ രാവിലെ എണീറ്റ് വന്നിട്ട് അത് അറിയത്തൊന്നുമില്ലടി, ഞാൻ എഡിറ്റ് ചെയ്തിട്ടല്ലേ ഇടുള്ളൂ. ഞാനിത് എനിക്ക് ആക്ച്വലി വെളുത്തുള്ളിയും ഇഞ്ചിന്റെയും ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വൈറൽ ഗ്യാസ് ഉള്ളവര്, അസുഖമുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ഈ വെളുത്തുള്ളി ഫുഡിൽ ആഡ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ വിട്ട് കൊടുക്കണം. പണിയില്ലാത്ത ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് അവർക്ക് കൊടുത്താൽ മതി. 1 മണി എടുക്കാതെ രാവിലെ വന്നിരിക്കുവേ കമന്റ് അടിക്കാൻ വേണ്ടിട്ട്.
കൊടുക്കുക. നമുക്കിനി ബാക്കി കാപ്സിക്കം ഞാൻ 2 കളർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാപ്സിക്കത്തിനൊന്നും അത്ര റേറ്റ് ഇല്ല. ഇടയ്ക്ക് നമുക്ക് ഡിസ്കൗണ്ടിൽ ഓഫറിൽ കിടക്കും കേട്ടോ. അപ്പോൾ ഓഫറിൽ കിടക്കുന്ന ദിവസം നമ്മൾ വാങ്ങി വെക്കും. ഇവിടെ എല്ലാ കളേഴ്സും കിട്ടും. നാട്ടിലൊന്നും നമ്മൾ അധികം ക്യാപ്സിക്കം ഒന്നും യൂസ് ചെയ്യും, ഞാൻ യൂസ് ചെയ്യലൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നേ പിന്നെ ഡിസ്കൗണ്ടിൽ കിടക്കുന്നത് കൊണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതും പിന്നെ അതേപോലെ തന്നെയാണ് അരിയേണ്ടത്. അവസാനം ഉള്ളി അരിഞ്ഞാൽ മതിയായിരുന്നു. അപ്പം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. നമ്മൾ കോൺഫ്ലവർ കലക്കി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാതിരിക്കും. ഞാൻ ഇത്രയാണ് എടുക്കുന്നത്, അത്രയും ചിക്കന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് സാധാ നമ്മുടെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിക്കാം. പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. നമുക്കിവിടെ പച്ചവെള്ളത്തിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കട്ടകട്ടയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. നല്ലൊരു മിക്സിങ് ഇവിടെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇനി എല്ലാം ചെയ്യാൻ പോണേ. ഇതൊരു ചൈനീസ് രീതിയിലുള്ള കുക്കിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നണേ, എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇടും. ഞാൻ എണ്ണ കുറെ മാറ്റിയായിരുന്നു കേട്ടോ, കുറച്ച് എണ്ണ മതി നമുക്ക്. ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി നമ്മുടെ ബാക്കി സാധനങ്ങൾ ഇടും. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് വെന്ത് കിട്ടണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുതാക്കാവേ. ഇത് ഞാൻ അരിഞ്ഞപ്പോൾ കുറച്ച് ചെറുതായി പോയി. എല്ലാ കളേഴ്സും ഇതിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇതാകെ 2 മിനിറ്റ്സ് 1 to 2 മിനിറ്റ്സ് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോയാ സോസ് ഒഴിക്കുകയാണ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ അത്ര മതി സോയാ സോസ് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ചില്ലി സോസ് വേണം. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. ടൊമാറ്റോ സോസും വേണേ, ചില്ലി സോസും ഇതിൻ്റെ കൂടെ കയ്യിലുള്ളവർക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 15 സെക്കൻഡ്സ് ഇളക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. ഒരു 1/2 കപ്പ് വെള്ളം മതി. ഇനി 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടാൻ പോവുകയാണ്. ഇതെല്ലാം ചെയ്യേണ്ട ഫുൾ ഫ്ലെയിമിലാണ്. അപ്പൊ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഇടാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ ഇടുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ, ഇത് കട്ടയായി വീണ്ടും പോയി. കോൺഫ്ലവർ വീണ്ടും മിക്സ് ആക്കിയിട്ട് നേരത്തെ ഉണ്ടാക്കി നമ്മൾ കട്ടയായി, അതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ഒഴിക്കുമ്പോൾ റൗണ്ട് ആക്കിയിട്ടാണ് ഒഴിക്കാൻ പാടുള്ളൂ.
തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ഫീല്. എന്നിട്ട് അപ്പൊ തന്നെ നമ്മളിത് ഇളക്കി മിക്സ് ആക്കണം. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ അങ്ങനെ റെഡിയായി. ഞാൻ ഗ്രേവി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇത് ഇനി ആർക്കെങ്കിലും ഒക്കെ ടെക്സ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ചിക്കന് വരാൻ തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കിനി ഇത് ലേക്ക് ആദ്യം കൊടുക്കും. ഇവന് നമുക്ക് അവള് വലിയ ആയത് ശരിയാണ്. സ്പൂണും കൊണ്ടൊക്കെ ഏട്ടാ കഴിക്കത്തുള്ളൂ. ചൂടുണ്ട്. എനിക്ക് വേണ്ട, നീ കഴിക്കും. ഇതും കൂടെ കൂട്ടി കഴിക്കും. അടുത്ത ജോല ജോലൊക്കെ പേടിച്ചിട്ട് എടുക്കുന്ന പോലെ കളവോ? എനിക്കിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടാണ് തോന്നിയത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ഉള്ള സാധനങ്ങൾ മാത്രമല്ല, ക്യാപ്സിക്കവും ഉള്ളിയാണ് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയായി എന്ന് പറയാ. അപ്പൊ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഇൻബോക്സിൽ ഇടുക. ബാക്ക്ഗ്രൗണ്ടിൽ ചിലവര് നിൽക്കുന്നോണ്ടാണ് എനിക്ക് സോറി. അപ്പോ എല്ലാവരും സജഷൻസ് കമന്റിലൂടെ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.